ഗൈസ്, ഇപ്പം നിങ്ങൾ തമ്പ്നെയിൽ കണ്ടോലെ നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള സെക്കൻഡ് വാട്ടർഫോളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നേരെ മാപ്പ് എടുത്തിട്ട് ബാങ്കി ടു ഗില്ലിമാനക്ക് എന്നുള്ള റൂട്ട് ചൂസ് ചെയ്യണം. ഗൈസ്, ഇത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ലോങ് വീഡിയോ ആക്കാമെന്ന് വെച്ചേ. എനിക്ക് ഷോർട്സ് ആക്കി തന്നെ ഞാൻ ചെയ്തേനെ. ഷോർട്സ് എല്ലാം കൂടെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ 1S എടുത്തിട്ടൊക്കെ ഉണ്ട്. അന്നേരം നമ്മൾ ജസ്റ്റ് ഒന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുക. ഇത് നേരെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആദ്യം റൈറ്റ് എടുക്കണം. നേരെ റൈറ്റ് ഒന്ന് മെല്ലെ ഒടിച്ചെടുത്തിട്ട് പിന്നെ ലെഫ്റ്റിലോട്ട് അങ്ങ് പോകണം. റൈറ്റ് കഴിഞ്ഞ് പിന്നെ ആദ്യം കാണുന്ന ലെഫ്റ്റിലോട്ട് അങ്ങ് പോകണം. ഇനി വേറെ പ്രത്യേകിച്ച് തിരിയാനൊന്നുമില്ല, ഇനി നമുക്ക് നേരെ തന്നെ പോയാൽ മതി. പക്ഷെ മാപ്പ് നോക്കി പോകരുത്. മാപ്പിൽ ഇപ്പോൾ റൈറ്റോടൊരു ടേണിംഗ് ഉണ്ട്, അതങ്ങോട്ട് തിരിയരുത്. നമുക്ക് നേരെ തന്നെ പോയാൽ മതി. മാപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥലത്തെത്തും. പക്ഷെ സെക്കൻഡ് റോഡിങ് മാപ്പ് ആകുമ്പോഴേ ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന വാട്ടർഫോളിൽ എത്തുള്ളൂ. ഇതിൽ കൂടെ നേരെ പോവുകയാണെങ്കിൽ സെക്കൻഡ് മാപ്പ് എത്തുന്നതിന് മുമ്പേ തന്നെ അതിൽ കുറച്ച് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും, അധികം ദൂരമൊന്നും പോവാതെ. അതുകൊണ്ടാണ് ഇങ്ങനെ നേരെ തന്നെ പോയത്. നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് നേരെ തന്നെ അങ്ങ് പോയാൽ മതി, എടുത്തിട്ട് തിരിയാനോ വളയാനൊന്നുമില്ല. ഗൈസ്, അപ്പം നമ്മൾ റോഡ് ടു 8K ആണ്. അപ്പോൾ പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ കേട്ടോ. ഗൈസ്, ഇപ്പം നേരെ നമ്മളിതിൽ ഇങ്ങനെ തന്നെ പോകണം. സ്പീഡിൽ അടിച്ചു വിട്ടങ്ങ് പോവാണ്, വേറെ നമുക്ക് നോക്കാനൊന്നുമില്ല. മാറിക്കടാ മോനെ, ആന വണ്ടി വരുന്നുണ്ടല്ലേ. പക്ഷെ ബൈക്കുകാർ കോമറ്റുകാരൻ ഇപ്പം ചത്തേനെ, ബ്രേക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ. ഏതാ ഗൈസ്, അപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ സീക്രട്ട് പ്ലേസസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഷോർട്സ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഓരോ വീഡിയോയുടെ ലിങ്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് കയറി കണ്ടു നോക്കുക. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, കമൻറ്റും കൂടി ഇട്ടേക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായി. അപ്പം നമ്മൾ ഈ ജംഗിൾ ഈ ഭാഗത്തോട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ കുറച്ച് മെല്ലെ പോവുക. നമുക്ക് ഓവർടേക്ക് ചെയ്യാനൊന്നുമില്ല, നമുക്ക് എത്താനായി. ഇനിയിപ്പോൾ ഓവർടേക്കൊന്നും ചെയ്യണ്ട, ഇപ്പം നിർത്താൻ പോവാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എത്താനായിട്ടൊക്കെ ഉണ്ടെന്നല്ല ഗൈസ്, ഏകദേശം നമ്മൾ എത്തി. ഇതാണ്ട് ഇവിടെയായിട്ട് നമ്മൾ നിർത്തണം. ഇവിടെയാണ് നമ്മുടെ സീക്രട്ടായിട്ടുള്ള വാട്ടർഫോൾ ഉള്ളത്. കുറച്ച് ഉള്ളിലോട്ട് പോകണം, അങ്ങോട്ട് ബസ് നമ്മൾക്ക് പോകില്ല. ബസ് കയറുന്നൊരു വഴി നമ്മൾ ആദ്യം വാട്ടർഫോൾ കാണിച്ച് തന്നിട്ട് നമുക്ക് ബസ് കയറുന്ന വഴി ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് വണ്ടി ഒന്നും ഇങ്ങോട്ട് സൈഡിലോട്ട് ഒതുക്കി നിർത്തിയേക്കാം. റോഡിൽ നിർത്തിയാൽ മറ്റേ വണ്ടികൾക്ക് ബുദ്ധിമുട്ടാവും. സൈഡിൽ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് നമ്മുടെ ഈ പാലത്തിൻ്റെ ഈ സൈഡിലുള്ള വഴി കൂടെ മെല്ലെ ഒന്ന് ചാടി കയറാൻ നോക്കണം. ഇതിലെ കൂടെ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ കാണും ഗൈസ്. ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർഫോൾ. ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോനേക്കാളും എനിക്ക് ഒത്തിരി പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ വാട്ടർഫോളാണ്. ഇന്നലത്തെക്കാളും നല്ലൊരു ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്തു ഗൈസ്. പെട്ടെന്ന് വെള്ളം കണ്ട് ഇതിൻ്റെ അകത്ത് ചാടരുത്, ഇങ്ങനെ വീണ് പോവും. എനിക്ക് 2 പ്രാവശ്യം അബദ്ധം പറ്റി. അപ്പം നമ്മൾ എങ്ങനെ പോകുന്നതെന്ന് കണ്ടു. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ വണ്ടിയും കൊണ്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. വണ്ടി ഇറക്കിയിട്ട് വാട്ടർഫോളിൻ്റെ അങ്ങേ അറ്റത്ത് വരെ പോകാൻ പറ്റും. വാട്ടർഫോളിൻ്റെ തൊട്ട് മുമ്പിൽ വരെ നമുക്ക് പോകാൻ പറ്റും. നേരെ കുറച്ച് മുന്നോട്ട് പോയി ഈ സൈഡിലെ ആ ബാരിയർ കമ്പി കഴിയുന്നവരെ ഓടിക്കുക. കമ്പി കഴിയുന്ന സ്പോട്ടിൽ മെല്ലെ മരത്തിലൊന്നും തട്ടാതെ ജസ്റ്റ് ഒന്ന് കയറ്റാൻ നോക്കുക ഗൈസ്. എനിക്ക് ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ല, ഇവിടെ വണ്ടി അങ്ങ് അടി തട്ടി അങ്ങ് നിന്നുപോയി. മെല്ലെ ഇറക്കിയോണ്ടാണ്. പക്ഷേ കുറച്ച് സ്പീഡിൽ ഇറക്കിയാലേ കാര്യമുള്ളൂ. സ്പീഡിൽ ഇറക്കിയാലേ നമുക്ക് പെട്ടെന്ന് എത്തുള്ളൂ. അന്നേരം ഞാൻ എന്നിട്ട് രണ്ടാമത് വണ്ടി ഇങ്ങോട്ട് റോഡിലോട്ട് കയറ്റുക ചെയ്തേ. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇറങ്ങി കാണിച്ചു തരാം ഗൈസ്. ആദ്യം വണ്ടി ഇറക്കുന്നതിന് മുമ്പേ നമ്മളായിട്ടൊന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ഗൈസ് വെള്ളത്തിലോട്ട്. അപ്പം ഇതാണ് ഇന്നലെ കാണിച്ചത്. ഇതിനേക്കാൾ ഹൈറ്റ് ഉണ്ട്, കാരണം ഈ ബസ്സിലുള്ളതിൽ ഏറ്റവും വലിയ വാട്ടർഫോളാണ് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നത്. അപ്പം ആ വീഡിയോയ്ക്കൊക്കെ നല്ല റീച്ചാണ് എനിക്ക് കിട്ടിയത്.
അപ്പോൾ ഈ സീക്രട്ട് പ്ലേസസിനൊക്കെ, ഈ ഹിഡൻ പ്ലേസും സീക്രട്ട് പ്ലേസസും ഒക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ നല്ല റീച്ചാണ് എനിക്കിപ്പോൾ ബസ്സിൽ കിട്ടുന്നത്. അത് മാത്രമല്ല, ഇങ്ങനെ ഇത് നല്ലൊരു കണ്ടൻറ്റുമാണ്. ഈ ബസ്സിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനത്തെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ ദിവസമായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായ സ്ഥിതിക്ക് നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റ് വെച്ച് നമുക്ക് കയറാൻ പോവുകയാണ്. അപ്പം ചവിട്ടി അങ്ങ് വിട്ടോണം, കണ്ണും പൂട്ടി, ഒന്നും നോക്കണ്ട. ഇതിൽ നമ്മൾ ജയിച്ചു ഗൈസ്. എന്നിട്ട് അവിടുന്ന് ചാടിയിട്ട് മെല്ലെ വലത്തോട്ടങ്ങ് ഓടിക്കുക. വലത്തോട്ടൊടിക്കുമ്പോൾ ഇതാണ്ട് ഇങ്ങനൊരു സാധനം കിട്ടും. മെല്ലെ വലത്തോട്ടൊടിച്ച് ഗൈസ് നോക്കണം, കാരണം ജസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ കടലിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഇങ്ങനെ സ്റ്റക്കായി പോകും. അത് വേറെ ഇതാണ്. പോരാത്തതിന് ഇങ്ങനെ ഇഷ്ടംപോലെ പാറകളുണ്ട്, ഇങ്ങനെ കല്ലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഗൈസ്. മെല്ലെ ഈ ഒരു എൻട്രി കവാടത്തിൻ്റെ അകത്തോടെ മെല്ലെ അങ്ങ് തട്ടാതെ കയറ്റുക. ഈ വെള്ളത്തിൻ്റെ അകത്ത് തന്നെ ഇഷ്ടം പോലെ പാറകളൊക്കെ ഉണ്ട്. ഇത് കടലുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന ഉറവയാണ്, വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറ്റുക. നമുക്കൊന്ന് വണ്ടിയും കയറ്റി ഇത് നിങ്ങളെ കാണിക്കുകയും ചെയ്ത് ഒരു കുളിയും കഴിഞ്ഞ് വണ്ടി ഇങ്ങ് കഴുകിയേച്ച് അങ്ങ് പോയേക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫോൾ. വണ്ടി കയറ്റുന്ന വഴി ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ ഏതെങ്കിലും ജീപ്പൊക്കെ എടുത്തിട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം ഇത്ര ടാസ്ക് ഉണ്ടാവില്ല. ജീപ്പാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അങ്ങ് കയറി പൊക്കോളും. ബസ്സാകുമ്പോഴാണ് ഇങ്ങനെ രണ്ട് അറ്റംപ്റ്റൊക്കെ എടുക്കേണ്ടി വരുന്നത് ഗൈസ്. അന്നേരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരമാകട്ടെ ഗൈസ്. അപ്പം ഓക്കെ, ബായ്.